അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്: حدثنا محمد بن إسماعيل حدثنا أبو نعيم حدثنا المسعودي عن عثمان بن مسلم الهرمز عن نافع بن جبير بن مطعم عن علي بن أبي طالب رضي الله عن كل واحد منهم أجمعين. لم يكن النبي صلى الله عليه وسلم بالطويل ولا بالقصير. കഴിഞ്ഞ ഹദീസിന്റെ അതേ വാക്യം തന്നെയാണ് ഈ ഹദീസിൽ. ശസ്നുൽ കഫൈനി വൽ ഖദമൈൻ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകാലുകൾ ദൃഢമായിരുന്നു. ദൃഢത എന്ന് പറഞ്ഞാൽ പരുപരുത്തത് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അവിടുത്തെ കൈയും കാലും വളരെ ദൃഢതയും ശക്തിയുമുള്ളതായിരുന്നു. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം: ഫകാനത്ത് യദുഹു അല്യന മിനൽ ഹരീർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളെ സംബന്ധിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പട്ടിനേക്കാളും നൈർമല്യം നിറഞ്ഞ, പട്ടിനേക്കാളും നൈർമല്യമുള്ള, മയമുള്ള കരങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ശസ്നുൽ കഫൈനി വൽ ഖദമൈനി എന്ന് പറയുന്നത് കൊണ്ട് പരുവരുത്തത് എന്ന അർത്ഥം അല്ല, മറിച്ച് അവിടുത്തെ കൈയും കാലും വളരെ ദൃഢതയും ശക്തിയുമുള്ളതായിരുന്നു. ലഹ്മുർ റഅസി ലഹ്മുൽ കറാദീസ്. അവിടുത്തെ ശിരസ് പ്രൗഢമായിരുന്നു, അവിടുത്തെ ശിരസ് വലുതായിരുന്നു. ശിരസ് വലുതാവുക എന്നുള്ളത് അറബികൾക്കിടയിൽ വളരെ പ്രൗഢിയോടുകൂടി കണ്ടിരുന്ന ഒരു കാര്യമാണ്. സാധാരണയിൽ കവിഞ്ഞ വലുപ്പൻ എന്നർത്ഥത്തിലല്ല, മറിച്ച് അവിടുത്തെ ശരീരത്തിനോട് എല്ലാ രീതിയിലും യോജിക്കുന്ന പ്രൗഢമായ ശിരസായിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലഹ്മുൽ കറാദീസ്. അവിടുത്തെ സന്ധികൾ, എല്ലുകൾ തമ്മിൽ പരസ്പരം യോജിക്കുന്ന സന്ധികൾ വളരെ ദൃഢതയും ശക്തിയുമുള്ളതായിരുന്നു. ത്വവീലുൽ മസ്റുബത്തി. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചു മുതൽ പൊക്കിൾ വരെ നീണ്ടു കിടക്കുന്ന രോമത്തിന്റെ ഒരു നിര ചെറുതായി ഉണ്ടായിരുന്നു. ഷറഹിൽ കാണാം: ഹിയ ശഅറുല്ലദി യംതദ്ദു മിന സ്വദരി ഇല സുറത്തി. നെഞ്ചു മുതൽ പൊക്കിൾ വരെ നീണ്ടു കിടക്കുന്ന ഒരു രോമത്തിനാണ് മസ്റുബത്ത് എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്തരത്തില് നേരിയ രോമത്തിന്റെ ഒരു വര നെഞ്ചു മുതൽ പൊക്കിൾ വരെ കാണാറുണ്ടായിരുന്നു എന്ന് സ്വഹാബത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാം. ആ ഹദീസിന്റെ തുടർച്ച: ഇദാ മശാ തകഫുഅൻ കഅന്നമാ യൻഹത്തു മിൻ സബബി. ഈ പ്രയോഗവും നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ നിന്ന് നടക്കുമ്പോൾ ഉറച്ച കാൽവെപ്പുകളോടുകൂടെ ഒരു ഉയർന്ന പ്രദേശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നിരുന്നു. ലമ്മറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതിനു മുമ്പോ ശേഷമോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അലിയാർ തങ്ങൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയുന്നു. അവിടത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു